ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 1 ആണ്. ചാപ്റ്റർ 1ൻ്റെ പേരറിയാലോ, ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ. അപ്പം ക്ലാസ് 6 സോഷ്യൽ സയൻസ് ചാപ്റ്റർ 1 ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ. ഇതിൻ്റെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തു. ഓക്കെ, ഫുൾ നോട്ട്സും അതേപോലെ തന്നെ ആക്ടിവിറ്റീസും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തത് വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ബാക്കി നോക്കാം. വാരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? ഹ്യൂമന് വളരെയധികം കുറേ വർഷങ്ങൾക്ക് ശേഷം പലവിധ സ്റ്റേജിലൂടെയാണ് ഇന്നത്തെ ഒരു മനുഷ്യനായി മാറിയത്. അപ്പോൾ ആ ഒരു ഡെവലപ്മെൻറ്റ്സാണ് നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചാൾസ് ഡാർവിനെ അദ്ദേഹത്തിൻ്റെ ബുക്കിനെയും കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ എവല്യൂഷൻ തിയറി പറഞ്ഞു. പിന്നെ നമ്മൾ പ്രൈമേറ്റുകളെയും ഹോമിനിഡുകൾ, ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ് തുടങ്ങിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഹോമോ സാപ്പിയൻസ് അതായത് ബുദ്ധിയുള്ള മനുഷ്യ, തിങ്കിങ് പേഴ്സൺ, ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ഹോമിയോ സാപ്പിയൻസ് ആണ് നമ്മൾ. ഓക്കെ, അത്രയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ ഒരുപാട് സ്റ്റേജസിലൂടെയാണ് ഇന്നത്തെ മനുഷ്യർ ആയി മാറിയത്. ആ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഏർലി ഹ്യൂമൻസ് ലിവ്ഡ് ഇൻ ദ ഫോറസ്റ്റ്. അപ്പോൾ ആദ്യമുള്ള മനുഷ്യരൊക്കെ എവിടെയാണ് താമസിച്ചിരുന്നത്? ഫോറസ്റ്റിലാണ് താമസിച്ചിരുന്നത്. ദേ ലിവ്ഡ് ബൈ ഗാദറിങ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആൻഡ് ഹണ്ടിങ് ആനിമൽസ് ടു ഈറ്റ് ദെയർ മീറ്റ്. അപ്പോൾ അവരെന്താണ്, അവിടുത്തെ ഫ്രൂട്ട്സൊക്കെ ശേഖരിച്ചു, അതേപോലെ വെജിറ്റബിൾസ് ശേഖരിച്ചു, പിന്നെ ആനിമൽസിനെ വേട്ടയാടി അവരുടെ മീറ്റൊക്കെയാണ് ഫുഡാക്കിയിട്ട് അവർ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത്. ദേ യൂസ്ഡ് റഫ് സ്റ്റോൺസ് ഫ്രം ദെയർ സറൗണ്ടിങ്സ് ആസ് വെപ്പൺസ്. അപ്പം മൃഗങ്ങളെ വേട്ടയാടണമെങ്കിൽ എന്ത് വേണം? എന്തെങ്കിലും വെപ്പൺസ്, ആയുധം വേണം. അതിനവരെന്താണ് ചെയ്തത്? അവരുടെ ചുറ്റുപാടിൽ നിന്ന് ലഭിച്ച പരുക്കൻ കല്ലുകൾ, കൂർത്ത കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് അവർ മൃഗങ്ങളെ വേട്ടയാടിയത്. ഓക്കെ, ദിസ് പീരീഡ് ഈസ് കോൾഡ് ആസ് സ്റ്റോൺ ഏജ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ ഓരോ സമയത്തെയും ഓരോ ടൈമിനെയും നമ്മൾ ഓരോ പേര് വെച്ചിട്ടാണ് നമ്മൾ വിളിക്കുന്നത് ഹിസ്റ്ററിയിൽ. അപ്പോൾ ഈ ഒരു അതായത് മനുഷ്യൻ്റെ ആദ്യ ദിനങ്ങൾ ഒക്കെ ഇങ്ങനെ മാംസം ഭക്ഷണമാക്കി വനങ്ങളിൽ താമസിച്ചു, അങ്ങനെയുള്ള ആ ഒരു സ്റ്റേജിനാണ് നമ്മൾ സ്റ്റോൺ ഏജ് എന്ന് പറയുക. സ്റ്റോൺ ഏജ് ഓരോ ഏജസ് ആയിട്ട് നമ്മൾ പറയുമല്ലോ, ബാല്യകാലം, യൗവനം, യൂത്ത്, പിന്നെ വയസ്സാവ്, അങ്ങനെ മനുഷ്യനുണ്ടല്ലോ ഓരോ ഏജ്. അതേപോലെ തന്നെ നമ്മുടെ ഹിസ്റ്ററിനെ ഓരോ ഏജ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏജിനെ സ്റ്റോൺ ഏജ് എന്ന് പറയാൻ കാരണം എന്താണ്? സ്റ്റോണാണ് വെപ്പണായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, this period is called a Stone Age, based on the development achieved over time in weapons and tools made of stones. The Stone Age can be divided into 3 stages. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റോണാണ് നമ്മൾ വെപ്പണാണ് ഉപയോഗിച്ചതെന്ന്. അങ്ങനെ സ്റ്റോൺ കൊണ്ട് പിന്നെ വെപ്പൺസും അതേപോലെ തന്നെ പല ടൂൾസൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഗ്രോത്ത് ഉണ്ടായി, പയ്യെ ഓരോ ഗ്രോത്ത് ഉണ്ടായി. ആ ഗ്രോത്തിനെ അടിസ്ഥാനമാക്കി ഈ സ്റ്റോൺ ഏജിനെ ഡിവൈഡഡ് ഇൻറ്റു 3. ഏതൊക്കെയാണ്? പാലിയോലിത്തിക് ഏജ്, ഓക്കെ, മീസോലിത്തിക് ഏജ്, പിന്നെ നിയോലിത്തിക് ഏജ്. അപ്പോൾ 3 ഏജസ് ഉണ്ട്. അത് നമ്മൾ കറക്റ്റ് അതിൽ ഓരോ ഏജിലും ഉണ്ടായ കാര്യങ്ങൾ, സ്പെഷ്യാലിറ്റീസ്, ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബേസ് ചെയ്തിട്ട് നോക്കാം. വേർ ഡിഡ് ഏർലി ഹ്യൂമൻസ് ലിവ്? എവിടെയാണ് ഏർലി ഹ്യൂമൻസ് ജീവിച്ചിരുന്നത്? ഏർലി ഹ്യൂമൻസ് ലിവ്ഡ് ഇൻ ദ ഫോറസ്റ്റ്. അവർ ഫോറസ്റ്റിലാണ് ജീവിച്ചിരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദേ ഗെറ്റ് ദെയർ ഫുഡ്? അവർക്ക് എങ്ങനെയാണ് ഫുഡ് കിട്ടിയിരുന്നത്? ദേ ഗാദേർഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആൻഡ് ഹണ്ടഡ് ആനിമൽസ് ഫോർ മീറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദേ യൂസ് ആസ് വെപ്പൺസ്? വാട്ട് ഡിഡ് ദേ യൂസ് ആസ് വെപ്പൺസ്? വെപ്പൺസ് ആയിട്ട് അവർ ഉപയോഗിച്ച എന്താണ്? ദേ യൂസ്ഡ് റഫ് സ്റ്റോൺസ് ഫ്രം ദെയർ സറൗണ്ടിങ്സ് ആസ് വെപ്പൺസ്. വെപ്പൺസ് ആയിട്ട് അവർ യൂസ് ചെയ്തത് എന്താണ്? റഫ് സ്റ്റോൺസ് ആണ്. വൈ ഈസ് ദിസ് പീരീഡ് കോൾഡ് സ്റ്റോൺ ഏജ്? സ്റ്റോൺ ഏജ് എന്ന് ഈ പീരീഡിനെ വിളിക്കാൻ കാരണം എന്താണ്? ഇറ്റ് ഈസ് കോൾഡ് ദ സ്റ്റോൺ ഏജ് ബിക്കോസ് ഏർലി ഹ്യൂമൻസ് യൂസ്ഡ് സ്റ്റോൺസ് ആസ് വെപ്പൺസ്. ഓക്കെ, വാട്ട് ആർ ദ 3 സ്റ്റേജസ് ഓഫ് ദ സ്റ്റോൺ ഏജ്? 3 സ്റ്റേജസ് ഏതൊക്കെയാണ്? ദ 3 സ്റ്റേജസ് ആർ പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ് ആൻഡ് നിയോലിത്തിക് ഏജ്. ഇനി നമുക്ക് ഫസ്റ്റത്തെ പാലിയോലിത്തിക് ഏജിനെ കുറിച്ച് എന്താണ് ഫീച്ചേഴ്സ് എന്ന് നോക്കാം.
ഫസ്റ്റ് ഫേസ് ഓഫ് സ്റ്റോൺ ഏജിലെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. പിന്നെ യൂസ്ഡ് റഫ് സ്റ്റോൺസ് ആസ് ടൂൾസ്, ഉപകരണമായിട്ട് റഫ് സ്റ്റോൺസ് ആണ് പാലിയോലിത്തിക് ഏജിൽ യൂസ് ചെയ്തത്. നെക്സ്റ്റ് ഗാദറിങ് ആൻഡ് ഹണ്ടിങ് ആസ് എ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്, ഉപജീവനമായിട്ട് എന്താണ് ഗാദറിങ് ആൻഡ് ഹണ്ടിങ്, എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫോറസ്റ്റിൽ നിന്ന് ഫ്രൂട്ട്സും ഒക്കെ ഗ്യാദർ ചെയ്യും. അതേപോലെ തന്നെ മൃഗങ്ങളെ വേട്ടയായിട്ടാണ് അവർ നിത്യജീവിതം കഴിച്ചുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് മെസോലിത്തിക് ഏജ് ആണ്. യൂസ്ഡ് സിമിലർ ഫൈൻ സ്റ്റോൺ ടൂൾസ്, കുറച്ചും കൂടി നല്ല ടൂൾസ് ഉണ്ടാക്കി ആദ്യം എന്താണ് റഫ് സ്റ്റോൺസ് ആണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് മെസോലിത്തിക് ഏജിലേക്ക് വരുമ്പോൾ അവർ കുറച്ച് ഷാർപ്പായിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചു. യൂസ്ഡ് എഡിബിൾ ഗ്രാസസ് ആൻഡ് ഫിഷ് ആസ് ഫുഡിന് അവർ പുല്ലും അതേപോലെ തന്നെ മീനും ഭക്ഷണമാക്കി. പിന്നെ നെക്സ്റ്റ് വരുന്നത് ആനിമൽ സ്കിൻ, ബാർക്ക് ഓഫ് ട്രീസ് ആൻഡ് ലീവ്സ് യൂസ്ഡ് ഫോർ ക്ലോത്തിങ്, അവർ വസ്ത്രങ്ങളൊക്കെ ധരിക്കാൻ തുടങ്ങി. അതിന് അവർ യൂസ് ചെയ്തത് ആനിമൽ സ്കിൻ, മൃഗത്തിൻ്റെ തോല്, അതേപോലെ ബാർക്ക് ഓഫ് ട്രീസ് എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ തോലുണ്ടാവുമല്ലോ, പിന്നെ ലീവ്സ്, അതൊക്കെയാണ് അവർ വസ്ത്രങ്ങളാക്കി ഉപയോഗിച്ചത്. അപ്പം മെസോലിത്തിക് ഏജും പാലിയോലിത്തിക് ഏജും നമ്മുടെ ഫീച്ചേഴ്സ് പറഞ്ഞു. ഇതിൽ ഫസ്റ്റ് ഫേസ് ഓഫ് സ്റ്റോൺ ഏജ് എന്ന് വെച്ചാൽ നമ്മളെന്താ പറയേണ്ടത് പാലിയോലിത്തിക് ഏജ് ആണ്. ഇനി നെക്സ്റ്റ് ഏജ് ഏതാണ് നിയോലിത്തിക് ഏജ്, അതുകൂടി നമുക്ക് നോക്കാം. നിയോലിത്തിക് ഏജ് യൂസ്ഡ് മോർ റിഫൈൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്, കുറച്ചുകൂടി റിഫൈൻ ചെയ്തതും അതേപോലെ തന്നെ പോളിഷ് ചെയ്തതുമായിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഗ്രികൾച്ചർ സ്റ്റാർട്ടഡ്. നെക്സ്റ്റ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് ഇൻവെൻറ്റഡ് വീല്, ചക്രം കണ്ടുപിടിച്ചു. പിന്നെ സ്റ്റാർട്ടഡ് മേക്കിംഗ് പോട്ടറി, അപ്പോൾ അതായത് കുറച്ചുകൂടി ഭയങ്കരമായിട്ട് ഡെവലപ്മെൻറ്റ് ഉണ്ടായി. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച സ്റ്റോൺ ഏജിൽ നിന്ന് നിയോലിത്തിക് ഏജ് ആകുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായി. നമ്മൾ ഇതിനെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ വേറൊരു ഇമ്പോർട്ടൻ്റ് ഒരു പ്ലേസ് ഉണ്ട്, ഭീംബഡ്ക എന്ന് പറയുന്നത് എവിടെയുള്ളതാണ്, മധ്യപ്രദേശിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഭീംബഡ്കയിലെ 2 ചിത്രങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ, കേവ് പെയിൻറ്റിങ്സിന് വളരെ പ്രശസ്തമായ സ്ഥലമാണ് ഭീംബഡ്ക. ഓക്കെ, ഭീംബഡ്ക in Madhya Pradesh is an important rock shelter in India which was inhabited by Stone Age humans. അപ്പോൾ സ്റ്റോൺ ഏജിലെ മനുഷ്യർ വസിച്ചിരുന്ന സ്ഥലം എന്നാണ് കരുതപ്പെടുന്നത് ഭീംബഡ്ക. ദ പെയിൻറ്റിങ് ഇൻസൈഡ് ദിസ് കേവ് ടെൽ us about the varied ways of life of ancient humans. അപ്പോൾ ഇതിൽ ഒരുപാട് പെയിൻറ്റിങ്സ് ഉണ്ട്. അതിൽ നിന്നാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ദീസ് കേവ് പെയിൻറ്റ്സ് ആർ ഓൾസോ എ പ്രൂഫ് ഓഫ് ദെയർ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു എവിഡൻസ് കൂടിയാണ് ഈ കേവ് പെയിൻറ്റിങ്സ്. അപ്പം ഭീംബഡ്ക കേവ് പെയിൻറ്റിങ്സ്. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് ദ സ്റ്റോൺ ഏജ്? സ്റ്റോൺ ഏജിലെ ഫസ്റ്റ് ഫേസ് ഏതാണ്? ദ ഫസ്റ്റ് ഫേസ് ഓഫ് എ സ്റ്റോൺ ഏജ് ഈസ് പാലിയോലിത്തിക് ഏജ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് ടൂൾസ് വെർ യൂസ്ഡ് ഇൻ പാലിയോലിത്തിക് ഏജ്? പാലിയോലിത്തിക് ഏജിൽ യൂസ് ചെയ്ത ടൂൾസ് എങ്ങനെയുള്ളതായിരുന്നു? ഏർലി ഹ്യൂമൻസ് യൂസ്ഡ് റഫ് സ്റ്റോൺസ് ആസ് ടൂൾസ്. ഇപ്പോൾ റഫ് സ്റ്റോൺ ആണ് പാലിയോലിത്തിക് ഏജിൽ യൂസ് ചെയ്ത ടൂൾസ്. നെക്സ്റ്റ്, ഹൗ ഡിഡ് ഹ്യൂമൻ ഇൻ പാലിയോലിത്തിക് ഏജ് ഗെറ്റ് ദെയർ ഫുഡ്? എങ്ങനെയാണ് അവർ ഫുഡ് കളക്ട് ചെയ്തത്? ദേ യൂസ്ഡ് ഗാദറിങ് ആൻഡ് ഹണ്ടിങ് ആസ് എ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. നെക്സ്റ്റ്, ഹൗ ഡിഡ് സ്റ്റോൺ ടൂൾസ് ചേഞ്ച് ഡ്യൂറിങ് മിസോലിത്തിക് ഏജ്? മിസോലിത്തിക് ഏജ് ആയപ്പോൾ എന്തൊക്കെയാണ് ടൂൾസിൻ്റെ വന്ന മാറ്റങ്ങൾ? ഹ്യൂമൻ സ്റ്റാർട്ടഡ് യൂസിങ് സ്മോളർ ഫൈൻ സ്റ്റോൺ ടൂൾസ്. What new food sources did human find in Mesolithic age? They used edible grasses and fish as food. മെസോലിത്തിക് ഏജ് എത്തിയപ്പോൾ തന്നെ അവർ യൂസ് ചെയ്ത എന്താണ്? എഡിബിൾ ഗ്രാസസും ഫിഷും യൂസ് ചെയ്യാൻ തുടങ്ങി, ഫുഡായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. നെക്സ്റ്റ്, വാട്ട് ഡിഡ് ഹ്യൂമൻസ് വെയർ ഡ്യൂറിങ് മെസോലിത്തിക് ഏജ്? മെസോലിത്തിക് ഏജിൻ്റെ അവരുടെ ഡ്രസ്സ് എന്തായിരുന്നു? ദേ യൂസ്ഡ് ആനിമൽ സ്കിൻ, ബാർക്ക് ഓഫ് ട്രീസ് ആൻഡ് ലീവ്സ് ഫോർ ക്ലോത്തിങ്. അപ്പോൾ ആനിമൽ സ്കിന്ന് അതേപോലെ തന്നെ ബാർക്ക് ഓഫ് ട്രീസും ലീവ്സും ഒക്കെയാണ് അവർ ക്ലോത്തിങ്ങിനായിട്ട് ഉപയോഗിച്ചത്.
ഇനി ലാസ്റ്റ് സ്റ്റേജ് എന്താണ്? നിയോലിത്തിക് ഏജ്. വാട്ട് കൈൻഡ് ഓഫ് ടൂൾസ് വെർ യൂസ്ഡ് ഇൻ നിയോലിത്തിക് ഏജ്? നിയോലിത്തിക് ഏജിൽ യൂസ് ചെയ്ത ടൂൾസ് എങ്ങനെയാണ്? ദേ യൂസ്ഡ് മോർ റിഫൈൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. മോർ റിഫൈൻഡ് ആണ്, പോളിഷ്ഡ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ റഫാണ് ഉപയോഗിച്ചിരുന്നത്, പിന്നെ ഷാർപ്പ് ഉപയോഗിച്ചു, പിന്നെ ലാസ്റ്റ് വന്നപ്പോഴത്തിന് മോർ റിഫൈൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ഉപയോഗിക്കാൻ തുടങ്ങി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ഡിഡ് അഗ്രികൾച്ചർ സ്റ്റാർട്ട്? കൃഷി തുടങ്ങിയ കാലഘട്ടം ഏതായിരുന്നു? അഗ്രികൾച്ചർ സ്റ്റാർട്ടഡ് ഡ്യൂറിങ് നിയോലിത്തിക് ഏജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇമ്പോർട്ടൻറ്റ് തിങ്സ് വെർ ഇൻവെൻറ്റഡ് ഇൻ ദ നിയോലിത്തിക് ഏജ്? നിയോലിത്തിക് ഏജിൽ കണ്ടുപിടിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹ്യൂമൻ ഇൻവെൻറ്റഡ് ദ വീൽ ആൻഡ് സ്റ്റാർട്ടഡ് മേക്കിംഗ് പോട്ടറി. മനുഷ്യന്മാർ എന്ത് കണ്ടുപിടിച്ചു? ചക്രം കണ്ടുപിടിച്ചു, വീൽ കണ്ടുപിടിച്ചു. ഓക്കെ, സ്റ്റാർട്ടഡ് മേക്കിംഗ് പോട്ടറി. പിന്നെ മൺപാത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഭീംബെട്കയെ കുറിച്ചാണ്. വാട്ട് ഈസ് ഭീംബെട്ക ആൻഡ് വെർ ഈസ് ലൊക്കേറ്റഡ്? ഭീംബെട്ക ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് റോക്ക് ഷെൽട്ടർ ഇൻ മധ്യപ്രദേശ്, ഇന്ത്യ, ദാറ്റ് വാസ് ലിവ്ഡ് ബൈ സ്റ്റോൺ ഏജ് ഹ്യൂമൻസ്. അപ്പോൾ സ്റ്റോൺ ഏജ് ഹ്യൂമൻസ് മനുഷ്യന്മാർ താമസിച്ച റോക്ക് ഷെൽട്ടറാണ് ഭീംബെട്ക. വാട്ട് ഡു ദ കേവ് പെയിൻറ്റിങ്സ് ഇൻസൈഡ് ഭീംബെട്ക ടെൽ അസ്? എന്താണ് ഈ കേവ് പെയിൻറ്റിങ്സ്? The paintings tell us about the different ways of life of ancient humans and are also proof of their communication. ഇനി നമുക്ക് പേജ് നമ്പർ 12 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോക്കാം. ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് സെറ്റിൽഡ് ലൈഫ്. നമ്മൾ പറഞ്ഞല്ലോ, പിന്നെ കൃഷി തുടങ്ങിയത് എവിടെയാണ്? നിയോലിത്തിക് പീരിയഡിലാണ് കൃഷി തുടങ്ങിയത്. ഓക്കെ, യു ഹാവ് സീൻ ദാറ്റ് അഗ്രികൾച്ചർ ബിഗാൻ ഇൻ ദ നിയോലിത്തിക് പീരീഡ്. നിയോലിത്തിക് പീരീഡിൽ നമ്മൾ കൃഷി തുടങ്ങി. ആസ് ഹ്യൂമൻസ് സ്റ്റാർട്ടഡ് ഫാമിംഗ് ഇറ്റ് ബിക്കം നെസസറി ഫോർ ദം ടു സെറ്റിൽ നിയർ ദ ഫാം ലാൻഡ്സ്. അപ്പോൾ കൃഷി ചെയ്യാൻ തുടങ്ങിയ മനുഷ്യർക്ക് എന്താണ്? കൃഷിയുടെ അടുത്ത്, അതായത് അവരുടെ ഫാം ലാൻഡിൻ്റെ അടുത്ത് തന്നെ താമസിക്കേണ്ടത് അത്യാവശ്യമായിട്ട് വന്നു. സാധാരണ അതുവരെ നിയോലിത്തിക് ഏജ് വരെ മനുഷ്യന്മാരിങ്ങനെ അലഞ്ഞ് തിരികെയായിരുന്നു. കിട്ടുന്ന എന്തെങ്കിലും കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, എന്നിട്ട് പിന്നെ ഏതെങ്കിലും മൃഗത്തെ കാണുമ്പോൾ വേട്ടയാടി അതിനെ ഭക്ഷണം കഴിക്കുക, അതൊക്കെ തന്നെയായിരുന്നു. പക്ഷേ കൃഷി ആരംഭിച്ചപ്പോൾ കൃഷിയുടെ അടുത്ത് എന്തായിരിക്കണം? അവർക്ക് താമസിക്കേണ്ട വന്നു. കാരണം കൃഷി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ദിവസവും അതിനെ പരിപാലിക്കണം. ഓക്കെ, they settled their farms to maintain the crops. അപ്പോൾ ക്രോപ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ തന്നെ പ്രൊട്ടക്റ്റ് ദ ഫീഡ് ഫ്രം വൈൽഡ് ആനിമൽസ് ആൻഡ് ടു കെയർ ഫോർ ദെയർ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽ. ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽ എന്ന് പറഞ്ഞാൽ അവരുടെ എന്താണ്, മൃഗങ്ങൾ, അവർ ഇണക്കിയ മൃഗങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ പരിപാലനത്തിന്, പിന്നെ കൃഷിയിടങ്ങൾ വേറെ ജീവികൾ വന്നിട്ട് എന്തെങ്കിലും അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അതൊക്കെ അങ്ങനെയൊക്കെയുള്ള റീസൺ കൊണ്ട് അവരെന്താക്കി? ആ കൃഷിയിടത്ത് തന്നെ താമസിക്കാൻ തുടങ്ങി. അപ്പോൾ താമസം, സെറ്റിൽമെൻറ്റ് ആരംഭിച്ചു. അതാണ് മെയിനായിട്ടുള്ള ഹൈലൈറ്റ്. അപ്പോൾ അഗ്രികൾച്ചർ തുടങ്ങി, അതേപോലെ തന്നെ സെറ്റിൽഡ് ലൈഫ്, ഒരു സ്ഥലത്ത് അവർ താമസിക്കാൻ തുടങ്ങി, അല്ലാണ്ട് അലഞ്ഞ് തിരിഞ്ഞ് നടക്കലായിരുന്നു. അപ്പോൾ അവിടെ ആ പിക്ചർ കണ്ടല്ലോ, ഒരു ചെറിയ കുടിലും അവരുടെ ഫാം ലാൻഡും അവരുടെ മൃഗങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഇനി ഈ ഒരു സെറ്റിൽമെൻറ്റ് കൊണ്ട് സെറ്റിൽഡ് ലൈഫിൽ അവർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. സെറ്റിൽഡ് ലൈഫ് ആൻഡ് ചേഞ്ചസ്. അപ്പോൾ ലൈഫ് സെറ്റിലായപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് നോക്കാം. ഡ്വെല്ലിംഗ് ബിഗാൻ ടു ബി ബിൽറ്റ്. അപ്പം ഡ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്വെല്ലിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വസിക്കാനുള്ള സ്ഥലം, ജീവിക്കാനുള്ള സ്ഥലം, പാർപ്പിടങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. പീപ്പിൾ ബിഗാൻ ടു ഇൻ്ററാക്ട് മോർ വിത്ത് ഈച്ച് അതർ ആൻഡ് മാർക്കറ്റ് ദ ബിഗിനിങ് ഓഫ് ഓർഗനൈസ്ഡ് സോഷ്യൽ ലൈഫ്. ജനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ എല്ലാവരും ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു സോഷ്യൽ ലൈഫായി. ഓക്കെ, അടുത്തത് സെറ്റിൽമെൻറ്റ്സ് ഗ്രാജുവലി ഡെവലപ്ഡ് ഇൻ ടു വില്ലേജസ് ആൻഡ് അർബൻ സെൻറ്റേഴ്സ്. അങ്ങനെ അവർ ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങി. അവിടെ ഒരു സൊസൈറ്റി രൂപപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തായി? അവർ വലിയ ഒരു വില്ലേജസായി. പിന്നെ അത് കഴിഞ്ഞിട്ട് വലിയ പട്ടണങ്ങളായി. ഓക്കെ, അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ മാറ്റങ്ങൾ വന്നു. ഇങ്ങനെയാണ് അവരുടെ സെറ്റിൽഡ് ലൈഫ്, അവരുടെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഫ്രം സ്റ്റോൺ ടു മെറ്റൽ. ഓക്കെ, ഫ്രം സ്റ്റോൺ ടു മെറ്റൽ.
ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. വാട്ട് മെറ്റീരിയൽസ് ആർ ദേ മെയ്ഡ് ഓഫ്? 2 പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ മെറ്റീരിയൽ കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഫസ്റ്റ് വൺ എന്താണ്? എന്തുകൊണ്ടാണ്? സ്റ്റോൺസ് കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. സെക്കൻഡ് വൺ എന്താണ്? മെറ്റൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്ന് സ്റ്റോണും രണ്ടാമത്തേത് മെറ്റലും ആണ്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. പേജ് നമ്പർ 13. ഡു യു നോ വിച്ച് വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻസ്? മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച മെറ്റൽ ഏതാണെന്ന് അറിയോ? എന്തായിരുന്നു ആദ്യത്തെ മെറ്റൽ? കോപ്പർ വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻസ്. അപ്പോൾ കോപ്പറാണ് മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച മെറ്റൽ. ഓക്കെ, ദ പീരീഡ് വെൻ ഹ്യൂമൻ യൂസ്ഡ് വെപ്പൺസ് ടൂൾസ് മെയ്ഡ് ഓഫ് മെറ്റൽസ് ഈസ് കോൾഡ് മെറ്റൽ ഏജ്. അപ്പോൾ നമ്മൾ മെറ്റൽ ഉപയോഗിക്കുന്ന ആ ഒരു ഏജിനെയാണ് നമ്മൾ മെറ്റൽ ഏജ് എന്ന് പറയുന്നത്. സ്റ്റോൺ ഉപയോഗിച്ച ഏജിനെ നമ്മൾ സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞു. പിന്നീട് മെറ്റൽ വന്നു. അപ്പോൾ മെറ്റൽ ഉപയോഗിച്ച ആ ഒരു ഏജിനെയാണ് നമ്മൾ മെറ്റൽ ഏജ് എന്ന് പറയുന്നത്. സിൻസ് കോപ്പർ വാസ് നോട്ട് സ്ട്രോങ് ഇനഫ് ഫോർ ടില്ലിംഗ് ദ സോയിൽ ആൻഡ് കട്ടിംഗ് ട്രീസ്, ദേ മിക്സ്ഡ് കോപ്പർ ആൻഡ് ടിൻ ടു മേക്ക് എ ഹാർഡർ ആൻഡ് സ്ട്രോങ്ങർ അലോയ് കോൾഡ് ബ്രോൺസ്. അപ്പോൾ ചെമ്പ് മാത്രം ഉപയോഗിച്ചിട്ട് അവർക്ക് മണ്ണ് ടിൽറ്റ് ചെയ്യും, മണ്ണ് ഉഴുതു മറിക്കണം. കൃഷി ഇറക്കണമെങ്കിൽ മണ്ണ് ഇളക്കി മറിക്കണം. അതേപോലെ മരങ്ങൾ മുറിക്കണം. അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി കുറച്ചും കൂടി കട്ടി കൂടിയ ടൂൾസ് വേണം. പക്ഷേ ഈ കോപ്പറിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര കട്ടില്ല, വേഗം ടൂൾസൊക്കെ ഒടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഈ കോപ്പറിൻ്റെ കൂടെ കുറച്ച് ടിൻ എന്ന് പറഞ്ഞ മെറ്റൽ ഉപയോഗിച്ചു. ആ ടിൻ കൂടി ചേർന്നപ്പോൾ എന്താണ്, കുറച്ചുകൂടി സ്ട്രോങ് ആയി, ഹാർഡറായി. അങ്ങനെ ആ ഒരു കോപ്പറും ടിന്നും കൂടി ചേർന്ന അലോയ് മിക്സിനെയാണ് നമ്മൾ ബ്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രോൺസ് കൊണ്ടുള്ള ടൂൾസിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹാർഡറാണ്, കുറച്ചും കൂടി സ്ട്രോങ്ങറാണ്. ഓക്കെ, ദ പീരീഡ് വെൻ വെപ്പൺ ആൻഡ് ടൂൾസ് മെയ്ഡ് ഓഫ് ബ്രോൺസ് വെർ യൂസ്ഡ് ഈസ് നോൺ ആസ് ബ്രോൺസ് ഏജ്. അങ്ങനെ ഈ ബ്രോൺസ് ഉപയോഗിച്ചിട്ടുള്ള ടൂൾസും അതേപോലെ തന്നെ വെപ്പൺസും യൂസ് ചെയ്ത ആ ഒരു ഏജ് ഉണ്ടല്ലോ, ആ ഒരു പീരീഡിനാണ് നമ്മൾ ബ്രോൺസ് ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വിത്ത് ദ യൂസ് ഓഫ് ബ്രോൺസ് ടൂൾസ് there occurred significant changes in human life. Let us see what they are. അങ്ങനെ ബ്രോൺസ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ വളരെ വലിയ മാറ്റങ്ങളുണ്ടായി, ചേഞ്ചസ് ഉണ്ടായി. അതെന്താണെന്ന് നമുക്ക് നോക്കാം. 4 പോയിൻ്റാണ് ഇവിടെ ഉള്ളത്. The use of bronze and changes in human life. Bronze tools helped in expanding agriculture land. അപ്പം കൃഷിയിടങ്ങൾ, അഗ്രികൾച്ചർ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ ബ്രോൺസ് ടൂൾസ് സഹായിച്ചു. നെക്സ്റ്റ്, ദ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ലെഡ് ടു ആൻ ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ. അപ്പോൾ ലാൻഡ് കൂടിയപ്പോൾ എന്തായി? പ്രൊഡക്ഷനും കൂടി. ഓക്കെ, the increase of agriculture production paved the way for the exchange of products and the development of centers of exchange. അപ്പം നമ്മൾ ഒരുപാട് കൃഷി ചെയ്യാൻ തുടങ്ങി, കൃഷിസ്ഥലം കൂടി, കൃഷി കൂടുതൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവനവന് ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ എന്തു ചെയ്യണം? ആവശ്യത്തിൽ കൂടുതൽ ആവശ്യത്തിൽ കൂടുതൽ അവനവനെ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വന്നത് ബാലൻസ് അവരെന്തായി? കൈമാറ്റം ചെയ്യാൻ തുടങ്ങി, എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ എക്സ്ചേഞ്ച് ചെയ്യാൻ എന്ത് വേണം? ഒരു സ്പേസ് വേണം, നമ്മുടെ ഒരു മാർക്കറ്റ് പോലെ. അങ്ങനെ ആ സ്പേസ് വന്നു. അതാണ് ഈ അഗ്രികൾച്ചർ കൂടിയപ്പോൾ ഉണ്ടായത്. അവിടെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി, എക്സ്ചേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സെൻറ്റർ ഓഫ് എക്സ്ചേഞ്ച്, അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാൻ ഒരു സ്ഥലം അവർ കണ്ടുപിടിച്ചു. അങ്ങനെ അത് ഡെവലപ്ഡായി. പിന്നീട് എന്ത് സംഭവിച്ചു? സെൻറ്റേഴ്സ് ഓഫ് എക്സ്ചേഞ്ച് ലേറ്റ് ട്രാൻസ്ഫോർഡ് ഇൻ ടു ടൗൺസ് ആൻഡ് സിറ്റീസ്. അങ്ങനെ ഈ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുണ്ടാക്കിയ സെൻറ്റേഴ്സ് പിന്നീട് വലിയ വലിയ സിറ്റീസും അതേപോലെ തന്നെ ടൗണും ഒക്കെ ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഈ ബ്രോൺസിൻ്റെ ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാജ്വലി ഓരോ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയാണല്ലേ. ആദ്യം എന്താണ്, ബ്രോൺസിൻ്റെ ടൂൾസ് ഉപയോഗിച്ച് അവർ കുറച്ചുകൂടി കൃഷി ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രോഡക്റ്റ് കൂടിയപ്പോൾ അത് വിൽക്കാനൊരു സ്ഥലം വന്നു. അങ്ങനെ ആ ഒരു സ്ഥലം വലിയ വലിയ സിറ്റീസും ടൗണും ആയി. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ഇവിടെയുണ്ട്. കമ്പയർ ദ ആൻഡ് പ്രിപ്പയർ നോട്ട് ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഇൻ ദ സ്റ്റോൺ ഏജ് ആൻഡ് ബ്രോൺസ് ഏജ്. ഇപ്പോൾ സ്റ്റോൺ ഏജിലെയും ബ്രോൺസ് ഏജിലെയും ഹ്യൂമൻ ലൈഫ് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ,
Human life changed a lot from the Stone Age to the Bronze Age. In the Stone Age, humans relied on rough or polished stones to make their tools and spent their time hunting, gathering, and doing basic farming while living in caves or small villages. In contrast, the Bronze Age began when humans discovered metals and mixed copper with tin to create a much stronger alloy called bronze. These new, stronger tools allowed them to clear large forests and expand their fields, which greatly increased food production. This extra food led to the trading of goods, and these busy trading centers eventually grew into the world's first town and cities. നമുക്ക് ഈ പാട്ടിൽ കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻസ് ഉപയോഗിച്ചിരുന്ന ഫസ്റ്റ് മെറ്റൽ എന്തായിരുന്നു? കോപ്പർ. വാട്ട് ഈസ് ദ ഹാർഡ് അലോയ് മെയ്ഡ് ബൈ മിക്സിങ് കോപ്പർ ആൻഡ് ടിൻ? കോപ്പറും ടിന്നും യോജിപ്പിച്ച് നമ്മളൊരു മിക്സ് ഉണ്ടാക്കി, അതിൻ്റെ പേരെന്താണ്? ബ്രോൺസ്. വാട്ട് ഏജ് ബിഗൻ വെൻ ഹ്യൂമൻ സ്റ്റാർട്ടഡ് മേക്കിംഗ് ടൂൾസ് ആൻഡ് വെപ്പൺസ് ഫ്രം മെറ്റൽസ്? മെറ്റൽ ഏജ്. What did bronze tools help to expand to grow more food? Agriculture, land. What did busy centers of product exchange eventually transform into towns and cities? ഇനി നമുക്ക് അടുത്ത പാട്ട്, അതായത് പേജ് നമ്പർ 13 ഇനി നമുക്ക് കുറച്ചുകൂടി ഫ്രം സ്റ്റോൺ ടു മെറ്റൽസ് നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പോയിൻ്റ് ബ്രോൺസ് ഏജ് സിവിലൈസേഷനാണ്. അപ്പോൾ ബ്രോൺസ് ഏജ് സിവിലൈസേഷനിൽ നമുക്ക് 4 സിവിലൈസേഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. മെസോപ്പൊട്ടാമിയൻ, ഈജിപ്ഷ്യൻ, ഹാരപ്പൻ, ചൈനീസ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.